ഹലോ, വെൽക്കം ടു മോളിവുഡ് ന്യൂസ്. വീണ്ടും ഒരു മൂവി റിയാക്ഷൻ വീഡിയോ ആയിട്ട് നമ്മൾ എത്തിയേക്കുകയാണ്. ധ്യാൻ ശ്രീനിവാസൻ്റെ സിനിമയാണ്. ശരിക്കും ധ്യാൻ ശ്രീനിവാസൻ്റെ സിനിമ വന്ന കാര്യം നമ്മൾ അറിയുന്നത് ട്രെയിലർ കണ്ടിട്ടല്ല, ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടാണ്. അതായത് പടത്തിൻ്റെ ട്രെയിലർ ആരും കാണില്ല, പക്ഷേ ആ പടത്തിൻ്റെ പ്രൊമോഷൻ്റെ ഇൻ്റർവ്യൂ എല്ലാവരും കാണും. ഇൻ്റർവ്യൂ കണ്ട ആൾക്കാർ പോലും സിനിമ കാണത്തില്ല. അപ്പോൾ അതാണ് ധ്യാൻ ശ്രീനിവാസൻ്റെ സിനിമകളുടെ ഒരു സ്ട്രാറ്റജി. ഈ സിനിമയുടെ ട്രെയിലർ നിങ്ങൾ ആരും കണ്ടിട്ടില്ല എന്ന് എനിക്കറിയാം. കണ്ടിട്ടില്ലാത്തവർ എൻ്റെ കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കും. ആപ്പ് കേസേ ഹോ, സുഖം, എനിക്ക് സുഖം. ശരി, നമുക്ക് നോക്കാം. വലി കുടി ആദ്യം തരിക്കും, പിന്നെ കുത്തി തരിക്കും, എന്നിട്ടെല്ലാം മാറ്റിമറിക്കും. കുടിച്ചടിക്കാനൊക്കെ ധ്യാനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അടുത്ത ആഴ്ച കല്യാണമാണ്. കൺഗ്രാലേഷൻസ്. താങ്ക് യു. നമ്മുടെ ക്രിസ്റ്റിയുടെ ബാച്ചലർ പാർട്ടിയാണ്. അടിച്ചു പൊളിക്കും. ക്രിസ്റ്റിയെ കണ്ടോ? എന്തൊരു ബഹളായിരുന്നു ഇന്നലെ രാത്രി. അപ്പൊ ഇന്നും പാർട്ടി ഉണ്ടോ? ഇന്നാണ്, പക്ഷെ ഇന്നാണ് ലാസ്റ്റ്. എടാ, നമ്മളൊന്ന് കുനിഞ്ഞിരുന്ന ഒരു കൂം പിടിച്ച് കലക്കും. ഒരു കൺട്രോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ വേണ്ടേ? അളിയന് ഞാനൊരു സർപ്രൈസ്. ഫുൾ ഹാപ്പി ആണല്ലോ. കളി ദയവ് ചെയ്ത് ഈ ഫ്ലാറ്റ് അലമ്പാക്കരുത്. സരോജ, അർദ്ധരാത്രിക്ക് വഴിയിൽ എങ്ങോട്ട് പോയതാ? ഇത് ഹിന്ദി ചോദിക്കാൻ നിങ്ങൾക്ക് പറ്റും. ഹിന്ദി എനിക്കറിയില്ല. സാറ് ബോംബെയിലൊക്കെ പോയതല്ലേ? അത് ഞാൻ ഫാമിലി ആയിട്ട് ടൂർ പോയതല്ലേ. റിട്ടേൺ ബൈ ധ്യാൻ ശ്രീനിവാസൻ. എന്റെ പടം ഞാൻ തന്നെ എഴുതി ഹിറ്റാക്കുന്നതായിരിക്കും. അജു 10 ലക്ഷം രൂപ നേരം വെളുക്കുമ്പോഴത്തേക്ക് ഉണ്ടാക്കേണ്ടി വരും. 3 രൂപ എടുക്കാൻ പറ്റുമോ? 3 രൂപ ഉണ്ടാവില്ല സാറേ. 10-12 വർഷം അകത്തെടുക്കേണ്ടി വരും കേട്ടോ. ട്രെയിലർ കണ്ടു. ട്രെയിലർ കണ്ടിട്ട് പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ കാണുന്ന സ്ഥിരം ഒരു കാഴ്ചയാണ് ആഴ്ചതോറും ഇറങ്ങുന്ന ധ്യാൻ ശ്രീനിവാസൻ സിനിമ. പലർക്കും ഈ സിനിമകളുടെ പേര് പോലും ഓർമ്മയില്ല. അതായത് മോഹൻലാലിൻ്റെ റെക്കോർഡുണ്ട്, ഒരു വർഷം 38-40 സിനിമ ചെയ്ത റെക്കോർഡ്. അത് പൊട്ടിക്കാൻ കെൽപ്പുള്ള ഒരേ ഒരു നടനെ ഇന്ന് മലയാളത്തിലുള്ളൂ, അത് ധ്യാൻ ശ്രീനിവാസനാണ്. കാരണം വർഷത്തിൽ അത്രയേറെ പടങ്ങൾ ചെയ്യുന്നുണ്ട്, ഓടി നടന്ന് അഭിനയിക്കുക, ആഴ്ചയിൽ പടം റിലീസ് ചെയ്യുക. പക്ഷേ ഇതൊന്നും ആരും അറിയുന്നില്ല. എല്ലാവരും പക്ഷേ ഇൻ്റർവ്യൂ മാത്രം കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഇൻ്റർവ്യൂവിനൊക്കെ മില്യൺ വ്യൂവേഴ്സാണ്. ഇൻ്റർവ്യൂവിൽ പറയുന്ന കോമഡി എന്തേ ചേട്ടാ സിനിമയിൽ വരാത്തത് എന്ന് പല പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട്. ഈ കോമഡി കണ്ടിട്ട് ആദ്യം ഇൻ്റർവ്യൂ കണ്ടിട്ട് ആൾക്കാർ തിയേറ്ററിൽ പോകുമായിരുന്നു, ഈ കോമഡി സിനിമയിലും കാണുമെന്ന് വിചാരിച്ചിട്ട്. ഒന്നും ഉണ്ടായില്ല. ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ സിനിമ വരും എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഒരു കാര്യത്തിൽ സന്തോഷമുള്ളൂ, ഒരു ഇൻ്റർവ്യൂ വരും, കുറച്ച് നേരം ഇൻ്റർവ്യൂ കാണാം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇത് ധ്യാൻ ശ്രീനിവാസൻ തന്നെ എഴുതിയേക്കുന്നത്. ഇത്രയും സിനിമകൾ പൊട്ടിച്ച ധൈര്യത്തിലാണോ എന്നറിയില്ല, പുള്ളി തന്നെ എഴുതി ഒരു സിനിമ വരുന്നുണ്ട്, ആപ്പ് കേസേ ഹോ. എന്തിനാണോ ഹിന്ദി പേരിട്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ഈ സിനിമ ഞങ്ങൾ പോയി കാണാനും ഇതിൻ്റെ റിവ്യൂ ചെയ്യാനും തീരുമാനിച്ചു കഴിഞ്ഞു. ഈ ചാനലിൽ ഈ സിനിമയുടെ ഓഡിയൻസ് റിയാക്ഷനും ഇതിൻ്റെ മൂവി റിയാക്ഷൻ വീഡിയോയും ഉണ്ടായിരിക്കും. സോ നമുക്ക് നോക്കാം, ഇതും പഴയ കഥയായിരിക്കുമോ, അതോ പഴയ ബോംബ് കഥയായിരിക്കുമോ, അതോ പുതിയ കഥയായിരിക്കുമോ എന്ന്.